ഹായ് എല്ലാവർക്കും ഗോവൻ ബ്ലോഗ് 6ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ മല്ലിക്കറി ഉണ്ടാക്കിയാലോ. ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി, അതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒന്ന് പച്ചപ്പൊക്കൊന്ന് മാറി അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും നമ്മൾ അടുത്തത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുത്തു. സവോള ചേർത്തതിന് ശേഷം നമ്മൾ സവോളയൊന്ന് ഇളക്കി അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് കുറച്ച് ഉണക്കമുളകും കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മളെപ്പോഴും വീട്ടിൽ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതൊന്ന് വഴറ്റി അതൊന്ന് മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അടുത്തതായിട്ട് അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി നമ്മൾ കുറച്ചധികമാണ് ചേർക്കുന്നത്. ഇപ്പം മല്ലിപ്പൊടി നന്നായിട്ട് വഴഞ്ഞു വന്നപ്പോഴത്തേക്കും നന്നായിട്ട് മൂത്തപ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് കുറച്ച് തക്കാളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ തക്കാളിയുടെ പേസ്റ്റ് നമ്മൾ ചേർക്കുമ്പോഴത്തേനും കറിക്ക് നല്ല തിക്നെസ്സും ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവും. ഇനി അല്ലാത്തവർക്ക് വേണമെങ്കിൽ തക്കാളി ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ കറിക്ക് നന്നായിട്ട് തിക്ക് കൂട്ടാനായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഗ്രേവി കൂട്ടാനായിട്ട്. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി അതൊന്ന് നമുക്കൊന്ന് തിളയ്ക്കുകയും കൂടെ വേണമല്ലോ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി ഗ്രേവിക്ക് ഒരു തിക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തിളച്ച ഗ്രേവിയിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മളിത് മൂടി വെച്ച നമ്മുടെ കറി ഏകദേശം വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. രാവിലെ 6 മണിക്ക് നല്ലൊരു മഴയും ചിക്കൻ കറിയും കൂടെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഇപ്പം ഏകദേശം സെറ്റായി കഴിഞ്ഞാൽ ഈ ചിക്കൻ കറിയിലോട്ട് നമ്മൾ 2ാം പാൽ ഒഴിച്ചു കൊടുത്തു. 2ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ കറി ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തു. അതിനുശേഷം അത് തിളച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അത് നമ്മൾ തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കണം 1ാം പാലും കൂടി ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇപ്പം കറിക്ക് നല്ല സ്മെല്ലാണ്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ കറി ആയിട്ട് സെറ്റായി നമ്മുടെ കറി നമ്മൾ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഇനി നമുക്ക് അടുത്ത് താളിക്കാനുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ താളിക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയൊന്നും ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് കുറച്ച് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിലോട്ട് ഉണക്കമുളകും പിന്നെ കറിവേപ്പില സവോള ഇത്രയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു. ചെറുതായിട്ടിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മൂത്ത് വന്നേക്കണം ഇത് നമുക്ക് അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്തപ്പോഴത്തേക്കും നമ്മളിത് കറിയിലോട്ട് ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. അടിപൊളി സ്മെല്ലും അടിപൊളി രുചിയുള്ളൊരു കറിയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.